ഈ വേൾപൂളിൽ എത്ര ജോലി കിട്ടുന്നുണ്ടാവും? എത്ര ജോലിയോ? നമ്മളിതൊരു ഹംബ്ലിങ് പ്രോജക്റ്റും സ്വന്തമായിട്ട് പ്രൊഡ്യൂസൊക്കെ ചെയ്യുന്ന ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയൊക്കെ ആകുമ്പോൾ നമ്മൾ മാക്സിമം ബഡ്ജറ്റ് കുറയ്ക്കാൻ നോക്കുമല്ലോ. ഐ തിങ്ക് എനിക്ക് പക്ഷേ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഈ 2 ഫിലിമിൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് പ്രൊഡക്ഷൻ സൈഡിൽ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് എക്സ്പീരിയൻസിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, ഈ ചെറിയ ഒരു രീതിയിലാണെങ്കിലും. അപ്പം ഓബ്വിയസ്ലി റൈറ്റർ, ഡയറക്ടർ, പ്രൊഡക്ഷൻ ഡിസൈനിങ് പാർട്ട്ലി, പ്രൊഡക്ഷൻ ഡിസൈനർ, വാർഡ്രോബ് ഡിസൈൻ, അല്ലാതെ എല്ലാ ഭാഗത്തും ജോലിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഏടി എടുക്കേണ്ട ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല. ഈ പുറത്തൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി വർക്ക് എത്തിക്സ് കിട്ടും, എല്ലാം നമ്മൾ തന്നെ ചെയ്ത്. സോ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ ടു ഡു എനിത്തിങ്. അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ സ്പേസിൽ വരുമ്പം വേറൊരു സ്പേസിൽ പോയി നമ്മൾ അങ്ങനെ അവരുടെ സ്പേസ് റെസ്പെക്ട് ചെയ്തല്ലേ ഇരിക്കുകയുള്ളൂ. നമ്മുടെ സ്പേസ് ആണെങ്കിൽ യു ഓൺ ഇറ്റ്. നമ്മൾ ഓൺ ചെയ്ത് വേണ്ട കാര്യങ്ങൾ നമുക്ക് എല്ലായിടത്തും കണ്ണു വേണമല്ലോ. സോ യു ഹാവ് ടു മേക്ക് ഷുവർ എവ്രിബഡി ഈസ് ഓൺ ലൈൻ. നമുക്ക് വേണ്ടടുത്ത് എല്ലാവരും വരണമല്ലോ. സോ അങ്ങനെ ഒരുപാട് റോള് ഞാനിവരോട് പറയേ, ഇൻ്റർനാഷണൽ ഫിലിം എടുക്കുമ്പോഴേ പിന്നെ ഇംഗ്ലീഷ് ആണല്ലോ കംപ്ലീറ്റ്. അപ്പം അതിനകത്ത് നമ്മുടെ മലയാളത്തിൻ്റെ മമ്മൂക്ക, നമ്മുടെ ലാലേട്ടൻ അവരുടെ ഇംഗ്ലീഷുകാരോട് ഒരു ക്യാരക്ടർ ചെയ്യാനേ അത് എനിക്ക് വേഷം തരണം എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് കുറെ ഇംഗ്ലീഷ് പടത്തിൽ മമ്മൂക്കായ്ക്ക് പറ്റിയ ഒരു നല്ലൊരു സാധനം, അല്ല ലാലേട്ടന് പറ്റിയ ഒരു സാധനം, അല്ല സുരേഷ് ചേട്ടന് പറ്റിയ സാധനം, അല്ലെങ്കിൽ പൃഥ്വിരാജിന് പറ്റിയ സാധനം, അങ്ങനെ സാധനങ്ങളൊക്കെ അതിനകത്തൊക്കെ വരുമ്പോൾ കാണിക്കുക. ഇംഗ്ലീഷുകാരുടെ പടത്തിൻ്റെ കൂടെ അതോളോ നമ്മുടെ മമ്മൂക്ക എന്ന് പറയുമ്പോൾ അത് വേൾഡ് ആണല്ലോ റിലീസും വേൾഡ് വൈഡ് റിലീസാണല്ലോ വരുന്നത്. അപ്പോൾ അതും എനിക്ക് ഭയങ്കര ആഗ്രഹത്തോടെ ഞാൻ പറയടി, നീ എന്തെങ്കിലും നീയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ മമ്മൂക്കയുടെ കാര്യം ഇവരുടെ കാര്യമൊക്കെ ഞാൻ പറയും. അങ്ങനെ സംഭവിക്കട്ടെ. ദൈവം അനുഗ്രഹിച്ചതൊക്കെ. ഫസ്റ്റ് ഷോട്ട് എടുത്തത് പോലീസ് സീനിൽ ഈ ക്യാരക്ടർ വെയിറ്റ് ചെയ്യുന്ന സീനാണ് എടുത്തത്. ആദ്യമായിട്ട് എത്ര പഠിച്ചാലും ഫസ്റ്റ് എടുക്കാണ്, ഫസ്റ്റ് ആക്ഷൻ പറയുന്നു, എടുക്കുന്നു, എന്തെങ്കിലും ചെറിയ ടെൻഷൻസ് ഉണ്ടായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇറ്റ് വാസ് വെരി ഗുഡ് ടെൻഷൻ. അത്ര എക്സൈറ്റഡ് ആയിട്ടൊരു ടെൻഷനാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ജോയ് പറഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല. ലൈക്ക് ഓബ്വിയസ്ലി യു ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോണ ഹാപ്പൻ ഇല്ലേ. നമ്മളൊരു കൺവിക്ഷനിൽ പോവാണ്. ദർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ദേ ബിലീവിങ് ഇൻ യു. പിന്നെ എവ്രിബഡി ഈസ് വെയിറ്റിംഗ് ഫോർ യുവർ ക്യൂ ഇൻ ടേംസ് ഓഫ് വാട്ട് ടു ബി ഡൺ. ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സർവേശ്വരനെ വിളിച്ചിട്ട് പിന്നെ ആ സമയത്ത് നമുക്ക് ഓരോന്ന് സംഭവിച്ച് തരുന്ന ഒരു കാര്യങ്ങളുണ്ടായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞില്ല, ഈ യൂണിവേഴ്സ് കൺസ്പയർ ചെയ്യുന്നതിലൊക്കെ ഒത്തിരി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സോ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ് ഫോർ യു വെൻ യു റിയലി ട്രൈ തിങ്സ് വിത്ത് ഗുഡ് ഇൻറ്റൻഷൻസ്. അപ്പോൾ അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്ലോ ആയിട്ട് പല കാര്യങ്ങളും വന്നു. ചലഞ്ച് വന്നെടുത്ത് നമുക്ക് അടുത്ത് നോക്കി അങ്ങനെ. ആൻഡ് എവ്രിബഡി വാസ് വെരി സപ്പോർട്ടീവ്. എല്ലാം നല്ലത്. അല്ല, അന്ന് നമ്മൾ ഇത് എടുക്കുമ്പോഴേ, ഈ ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പം നമ്മൾ വിചാരിക്കുന്നില്ല ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇവിടെ സംസാരിക്കുമെന്ന്. നമുക്ക് ഇഷ്ടം കൊണ്ടൊരു കാര്യം ചെയ്തു, അത്രേ ഉള്ളായിരുന്നു. എൻ്റെ മമ്മിയും പപ്പയും കാണിക്കണം, ഹാപ്പി ആയിട്ട് പോകണം, അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു. ബട്ട് വാട്ട് മാജിക് ഇറ്റ് ഡിഡ്. ഇഷ്ടംപോലെ ഒരുപാട് ഓബ്വിയസ്ലി. കാരണം ഈ ഫിലിമിൻ്റെ ജസ്റ്റിസ് എന്ന് പറയുന്നത് അത്ര ആൾക്കാർ കാണുന്നോ. ഇനി ഞാനിങ്ങനെ ആലോചിക്കുമ്പം ലൈക്ക് what do you do as a director or a writer, at the end of the day എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ ഒത്തിരി വലിയ ആൾക്കാരെ കണ്ടിട്ടുമൊക്കെ, യു ആർ ഇൻ സർവീസ് ഓഫ് യുവർ ഓഡിയൻസ്. നമ്മുടെ ഓഡിയൻസിനെ സർവീസ് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ. ഇപ്പം എൻ്റെ ഫിലിം എത്രയോ ആൾക്കാർ കാണണം ഇല്ലേ, അതാണ് എൻ്റെ ഇഷ്ടം. ഇപ്പം ഇങ്ങനെ ഇൻ്റർവ്യൂസ് കൊടുക്കുമ്പോഴും ഇപ്പം ഞാനൊരു ബിഗിനറാണ്, ഐ ഡോണ്ട് ഹാവ് മൈ ഓൺ ഐഡൻറ്റിറ്റി ആസ് എ ഫിലിം മേക്കർ യെറ്റ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം എനിക്കിതൊരു ഓപ്പർച്യൂണിറ്റി ദൈവം തരുവാണ്. ഐ ഹാവ് ദീസ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത എത്രയോ പേരുണ്ട്, മനസ്സിലായി. അപ്പം ഉള്ളപ്പം ഐ എം യൂസിങ് ഇറ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ഗെറ്റ്സ് എ ബെസ്റ്റ് ഔട്ട്കം ഫോർ ദ ഫിലിം. അപ്പോൾ ആ ഫിലിം ഇപ്പം നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ പ്ലീസ് ഷെയർ ദ ലിങ്ക് അറ്റ് ദ ബോട്ടം. അപ്പോൾ അങ്ങനെ ആൾക്കാരെല്ലാം കണ്ടിട്ട് അഭിപ്രായം അവർ പറയട്ടെ. അവരെത്രയും പേര് കാണുന്നോ അത്രയും നമുക്ക് സന്തോഷമല്ലേ. അപ്പം തീർച്ചയായിട്ടും നടക്കട്ടെ. ഏറെക്കുറെ നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമാവുന്നു. ഏറ്റവും കൂടുതൽ റീടേക്ക് പോയ ഷോട്ട് ഏതായിരിക്കും? കുട്ടികൾ സൈഡിൽ നിന്ന് ഓടി വന്നിട്ട് നമുക്കൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ ക്യാമറ പാൻ ചെയ്ത് വന്നിട്ട് ഫ്രണ്ട് ആയിട്ട് പോകുന്ന ഒരു ടെക്നിക്കൽ ഷോട്ടായിരുന്നു. അത് റിവീൽ ആകും. അതിനകത്ത് റിവീലായിട്ട് ഇത് ഡോളി സൂം ഇൻ ആകുന്ന ഒരു സാധനമായിരുന്നു. അതായിരുന്നു ഏറ്റവും കൂടുതൽ റീടേക്ക് പോയത്. ഈ ദീപ്തി സ്വയം നമ്മളൊന്ന് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു ഡയറക്ടറാണ്? ചില ഡയറക്ടേഴ്സ് വളരെ സൗമ്യമായിട്ട് പോയി പറഞ്ഞു കൊടുക്കും. ചില ഡയറക്ടേഴ്സ് നമുക്ക് ആവശ്യമുള്ള സാധനം നിങ്ങൾ ചെയ്യും, ഇതാണ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടങ്ങ് വിടും. ചിലവർ കുറച്ച്
ദേഷ്യപ്പെട്ട് റീടേക്ക് വരുമ്പോൾ എന്ത് തരത്തിലാണ് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് ദീപ്തി? ഞാൻ ആക്ച്വലി ലൈക്ക് ഞാൻ എങ്ങനെ ആക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണോ നമ്മളൊരു ഒരു ഷോട്ട് നമ്മൾ കൺസീവ് ചെയ്ത് നമ്മൾ ആ ഷോട്ട് അത് കമ്പോസ് ചെയ്യുന്നു, അത് ആക്ടറുടെ അടുത്ത് നമ്മൾ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പം അത് പലതും പല രീതിയിൽ ചെയ്യും. ഇപ്പം ജസ്റ്റ് ഇതാണ് സാധനം വായിച്ചു നോക്കുക, നിങ്ങളുടേതായ രീതിയിൽ ചെയ്ത് നമുക്ക് വേണ്ട ഇതാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, എനിക്ക് കൃത്യമായിട്ട് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്, മൂഡ് സെറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. ഇതിൽ ഏത് തരമായിരിക്കും? ഇപ്പം ഞാൻ ഈ ഒരു ചുരുങ്ങിയ 2 ഷോർട്ട് ഫിലിം എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഒരു കാം ആളാണ്. എന്നെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞ റിവ്യൂ അതാണ്, കാം ആൻഡ് കമ്പോസ്ഡ് എന്നാണ് പറയുന്നത്. എന്തുണ്ടായാലും നമ്മൾ ഓക്കെ, ബിക്കോസ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പം ഞാൻ കൂടുതൽ ദേഷ്യപ്പെടുമ്പം നമ്മൾ അപ്സെറ്റ് ആകുമ്പോൾ നമ്മൾ ആ എനർജി ട്രാൻസ്ഫർ ചെയ്യുക ചുറ്റുമുള്ളവരിലോട്ട്. സോ അതായിരിക്കുമോ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് പേഴ്സണലി, ചിലർക്ക് അത് വർക്കാണ്, എനിക്കത് പേഴ്സണലി വർക്കല്ല. ഞാൻ പിന്നെ ഐ ഓൾവേസ് ടേക്ക് കെയർ ഓഫ് മൈ പീപ്പിൾ, ചുറ്റുമുള്ളവരെ, കാരണം എന്നാലേ അവർ നമുക്ക് അവരുടെ ബെസ്റ്റ് തരത്തുള്ളല്ലോ. സോ എനിക്ക് അങ്ങനെ അത്രയും ഇല്ല. പണ്ടുണ്ടായിരുന്നു സുമേഷ്, വലിയ ദേഷ്യം വരത്തില്ല, ഇല്ല, വളരെ ടാലന്റ് ആയിട്ട് വളരെ മിതമായിട്ട് സംസാരിക്കുന്ന. പണ്ടുണ്ടായിരുന്നു ദേഷ്യമൊക്കെ, അതൊക്കെ നമ്മൾ ഈ കൺട്രോൾ ചെയ്ത് മാറ്റിയെടുത്തതാണ്. കാരണം ഇറ്റ് വാസ് നോട്ട് ഗിവിങ് മീ എനി ഗുഡ് തിങ്സ്. നമ്മൾ ചുറ്റുമുള്ളവരെ ഇറ്റ് ഡസൻ ഗിവ് എനി ഗുഡ് ഔട്ട്കംസ് റിയലി. അതാണ് എനിക്ക് മനസ്സിലായ കാര്യം. അത് മനസ്സിലാക്കിയപ്പോൾ തൊട്ട് ദേഷ്യം വന്നാലും ഇറച്ചൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ നമ്മളങ്ങ് പക്ഷേ ഫിലിം സെറ്റിൽ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. നമുക്ക് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്, അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഫേം ആവേണ്ട ടോണിൽ ഫേം ആയിട്ട് പറയുക. പക്ഷേ ലൗഡ് ആൻഡ് ആംഗ്രി ആണോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് നീഡഡ്. അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് തോന്നുന്നില്ല. പിന്നെ നമുക്കൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ടല്ലോ, ആൻഡ് നമ്മുടെ ഇൻറ്റഗ്രിറ്റി നമ്മൾ ബ്രേക്ക് ചെയ്യാതിരിക്കുക. നമ്മൾ നല്ലതിന് മാത്രം നല്ലത് പറയുക. എന്ത് ചെയ്താലും നല്ലതെന്ന് പറയുമ്പം ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ഇല്ലേ. അപ്പോൾ അവർക്ക് സിൻസിയർ ആയിട്ടുള്ളവർക്ക് അപ്രീസിയേഷൻ കൊടുക്കുക. പിന്നെ എൻ്റെ ആക്ടേഴ്സിൽ ഇപ്പോൾ ഇതിനകത്ത് റോസും എപ്പിന് 2 പ്രോസസ്സായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ റോസ് എന്ന് പറഞ്ഞാൽ ഷീസ് എ ഡയറക്ടേഴ്സ് ആക്ടർ. നമ്മൾ പറഞ്ഞു കൊടുത്ത് കാണിച്ചു കൊടുത്ത് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. എപ്പിനെ സംബന്ധിച്ച് ഒന്നും വേണ്ട. സോ ഇറ്റ്സ് റിയലി അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് യുവർ ആക്ടേഴ്സ്. ജോഡ ക്യാരക്ടർ ചെയ്ത ആളാണ് എപ്പൻ എന്നാണ് പേര്, ഞങ്ങൾ എപ്പൻ എന്നാണ് വിളിക്കുന്നത്. സോ പുള്ളിക്കാരി അത് ഉള്ളിൽ എന്നാ പറയുന്നത്, അത് എംബോഡി ചെയ്തിങ്ങ് വന്നു. സോ ഓൾവേസ് ഐ ഗിവ് ഇറ്റ് എ ഗോ ടു സീ വാട്ട് ആർ ദേ ഗോണ ബ്രിങ് ടു ദ ഷോട്ട്. അപ്പം അവരെ പെർഫെക്റ്റ് ഇവിടുത്തെ ഭാഷ പറഞ്ഞ മീറ്ററിൽ ഡെലിവറി ചെയ്യുമ്പോൾ യു ഡോണ്ട് നീഡ് മച്ച്, ഷി ഡിഡ്ന്റ് നീഡ് മച്ച് ഡിറക്ഷൻ. അതാ ഞാൻ പറഞ്ഞത്, എവ്രിബഡീസ് പ്രോസസ് ഡിഫറെൻ്റ് ആണ്. ഒരാൾക്ക് ബെസ്റ്റായിട്ട് ചെയ്യാനുള്ള ഒരു ആംബിയൻസ് ആൻഡ് അറ്റ്മോസ്ഫിയർ കുഡ് യു ക്രിയേറ്റ് ആസ് എ ഡയറക്ടർ ആൻഡ് എ ഗ്രൂപ്പ്. അതാണ് ഞാൻ കാണുന്ന ഈ ഒരു, അത് വർക്കായി എനിക്ക് ഈ 2 ഇതിൽ. ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതല്ലേ, അവളല്ലേ മോളല്ലേ സംസാരിക്കേണ്ടത്. ദീപ്തിയുടെ അഭിമാനത്തോട് കേട്ടിരിക്കുന്നത്. അതെ കേൾക്കുമല്ലേ. തീർച്ചയായിട്ടും.